നമസ്കാരം. ധനുവച്ചർ ഐറ്റിയിലെ മോഡൽ എക്സാം നടത്തിപ്പിനായിട്ട് ഗൂഗിൾ ഫോം ലിങ്ക് എങ്ങനെ സമർപ്പിക്കാമെന്നാണ് നോക്കുന്നത്. അതിനായി തന്നിട്ടുള്ള ലിങ്കിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും. ഈ പേജിനകത്ത് പേരിൻ്റെ അവിടെ അധ്യാപകൻ്റെ പേര്, ഫോൺ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ഏത് സബ്ജക്റ്റിലോട്ടാണോ ലിങ്ക് സമർപ്പിക്കുക, ഏത് സബ്ജക്റ്റിൻ്റെ ലിങ്കാണ് സമർപ്പിക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ട്രേഡ് തിയറി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ ട്രേഡായ കോപ്പ സെലക്ട് ചെയ്യുന്നു. കോപ്പ 2 ബാച്ച് ഞാൻ സെലക്ട് ചെയ്യുന്നു. അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ ബാച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിലേക്കായി ഞാൻ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന ഗൂഗിൾ ഫോമിലേക്ക് പോകുന്നു. അതിന് ലിങ്ക് ഈ വിധത്തിൽ കോപ്പി ചെയ്ത ശേഷം ഈ കോളത്തിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോഴേക്കും താഴെ ഇൻസ്ട്രക്ടറുടെ പേര്, ഫോൺ നമ്പർ, നമ്മൾ സെലക്ട് ചെയ്ത സബ്ജക്റ്റ്, ലിങ്ക്, ഏതൊക്കെ ബാച്ചിലോട്ടാണ് ലിങ്ക് പോവേണ്ടത്, ഇത് ഈ കോളം വെരിഫൈ ചെയ്തതിന് ശേഷം ശരിയാണെന്നുണ്ടെങ്കിൽ കൺഫേം കൊടുക്കുക. ലിങ്ക് സബ്മിഷൻ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ആർക്കെങ്കിലും ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്രിയേറ്റ് ഗൂഗിൾ ഫോം യൂസിങ് AI എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ഗൂഗിൾ ഫോം വിത്ത് AI എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും പുതിയൊരു പേജിലോട്ട് പോകും. ഇവിടെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിനകത്ത് ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് കുറച്ച് പെർമിഷൻ ഇവിടെ ചോദിക്കും. ആ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു പേജ് വരുമ്പോൾ അഡ്വാൻസ്ഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റിലുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ സെലക്ട് ആൾ കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ നമുക്ക് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഏത് ട്രേഡിനാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ കോപ്പയ്ക്ക് ആൾറെഡി ക്രിയേറ്റ് ചെയ്തു. ഈ മെക്കിന് നമുക്ക് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ മെക്ക് സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് പോകുന്നു. അപ്പോൾ ഈ മെക്കിൻ്റെ തിയറിക്കാണ് ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടത്. തിയറി സെലക്ട് ചെയ്യുന്നു, നെക്സ്റ്റ് പോകുന്നു. ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ഫസ്റ്റ് ഇയർ സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ഫസ്റ്റ് ഇയറിലുള്ള ലേണിംഗ് ഔട്ട്കം എല്ലാം ഇവിടെ കാണിക്കും. ഈ ലേണിംഗ് ഔട്ട്കം എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ആൾ വേണമെങ്കിൽ കൊടുക്കാം. ഡിസെലക്ട് ചെയ്യാനായിട്ട് വീണ്ടും അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും കുറച്ച് മതിയെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഈ പറഞ്ഞതിനകത്തു നിന്നല്ല, പ്രത്യേകം ഒരു ടോപ്പിക്കാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടെങ്കിൽ, ടോപ്പിക്കിലാണ് ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ടെലിവിഷൻ ടൈപ്സ് ആ ടോപ്പിക്കിലാണ് ഫോം ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് അവിടെ ടൈപ്പ് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം ഡിസെലക്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എത്ര ക്വസ്റ്റ്യനാണ് വേണ്ടത്, 25 എന്നുള്ളത് 50 ആക്കാം. ഒരു ക്വസ്റ്റ്യന് എത്ര മാർക്കാണ് വേണ്ടതെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇതൊരു സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. ഈ കാണുന്ന ഏതെങ്കിലും AI ടൂളിനെ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് വെറുതെ പേസ്റ്റ് കൊടുത്താൽ മതി. Ctrl+V അടിക്കുക. അപ്പോഴത്തേക്ക് എന്നതിന് ശേഷം ഈ ആരോ പ്രസ് ചെയ്യുക. ഇവിടെ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കോപ്പി ചെയ്യാനൊരു ഓപ്ഷൻ കാണും. കോപ്പി റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. തിരിച്ച് ഈ പേജ് നമ്മുടെ പേജിലോട്ട് വന്നിട്ട് താഴത്തെ കോളത്തിനകത്ത് വെച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് ഫ്രം ക്ലിക്ക് ബോർഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബിൽഡ് സ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജനറേറ്റ് ഗൂഗിൾ ഫോം ഇൻസ്റ്റൻ്റ്ലി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
അപ്പോഴേക്കും കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരു 10-15 സെക്കൻഡ്. ആ സമയത്ത് അത് ഗൂഗിൾ ഫോം ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇത് സ്റ്റുഡൻറ്റിന് അയച്ചു കൊടുക്കാനുള്ള ലിങ്കാണ് ആദ്യം കാണുന്നത്. രണ്ടാമത് കാണുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ലിങ്കാണ്. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്ത് ക്വസ്റ്റ്യൻ എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് നമ്മൾ ഈ രീതിയിൽ കീപ്പ് ചെയ്യുക. അതായത് ഇത് ക്വിസ് ആയിരിക്കണം. ക്വിസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്വിസ് ആയിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി ഡീഫാൾട്ടായിട്ട് ക്വിസ് തന്നെ ആയിരിക്കും. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ 3 ഓപ്ഷനും ഡിസേബിളായി തന്നെ ഇരിക്കുക. അതിനകത്ത് റെസ്പോൺസിനകത്ത് ഡു നോട്ട് കളക്ട് ഇമെയിൽ അഡ്രസ്, കളക്ട് ഇമെയിൽ അഡ്രസ്സ് ഡു നോട്ട് കളക്ട് കൊടുക്കുക. പ്രസൻറ്റേഷനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ഷഫിൾ ചെയ്ത് കിട്ടുന്നതിനായിട്ട് ഇത് ഓണാക്കിയിടുക. ഷഫിൾ ക്വസ്റ്റ്യൻ ഇത് ഓണാക്കിയിടുക. ഫോം ഡീഫാൾട്ടിനകത്ത് കളക്ട് ഇമെയിൽ അഡ്രസ് ബൈ ഡീഫാൾട്ട് എന്നുള്ളത് ഓഫാക്കിയിടുക. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് ഈ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കോപ്പി ചെയ്ത് നേരത്തെ ആദ്യം നമ്മൾ ചെയ്ത പ്രൊസീജിയർ ഇവിടെ ആവർത്തിക്കുക. ആ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം ഈ കോളത്തിനകത്ത് പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ പേര്, ഫോൺ നമ്പർ, ട്രേഡ് സെലക്ട് ചെയ്യുക. അങ്ങനെ അവസാനം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോഴേക്കും ഗൂഗിൾ ഫോം ലിങ്ക് സബ്മിഷൻ ഫിനിഷായി.